ഹ്യൂമൻ എവല്യൂഷണറി സീരീസ് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും ഒന്നുകൂടി നോക്കാം. സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് പറഞ്ഞോളൂ. ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹബിലിസ്, ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ആദ്യം ഹബിലിസ്, പിന്നെ ഇറക്ടസ്, പിന്നെ നിയാൻഡർതാലൻസിസ്, സാപ്പിയൻസ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ താങ്കൾ ഹെൻസ് എന്നാലോചിച്ചാൽ മതി. കോഴികൾ ഹെൻസ് കോഴികൾ, അതെ ഹെൻസ് കോഴികൾ എന്നാലോചിക്കുക. ആദ്യത്തേത് സഹലാന്ത്രോപ്പസ് ചാഡൻസിസ്, സഹല ചാടി. രണ്ടാമത്തേത് ആസ്ട്രലോപിത്തക്കസ്, അത് ആ രീതിയിൽ തന്നെ പഠിക്കുക. പിന്നുള്ള ഓർഡർ ഇതാ: ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഹെൻസ് എന്താലേക്കേണ്ടത്? ഹെൻസ് കോഴികൾ. ഓക്കെ, അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള പ്രത്യേകതകൾ പഠിക്കാം. ഇതിൽ ആദ്യത്തെ ആളാരാണ്? സഹലാന്ത്രോപ്പസ് ചാഡൻസിസ് ആണ്. സ്വാഭാവികമായിട്ടും അയാളുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കും? മനുഷ്യ പരിണാമ ശ്രേണിയിലെ ആദ്യത്തെ കണ്ണി. കാരണം അയാളാണല്ലോ ആദ്യത്തെ ആള്. അപ്പോൾ അയാളുടെ പോയിന്റ് എന്ത് തന്നെയാണ്? ആദ്യ കണ്ണി തന്നെയാണ് അയാളുടെ പോയിന്റ്. ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. അപ്പോൾ അയാളുടെ ഒരു പോയിന്റ് കിട്ടി. പിന്നെ അയാളുടെ ക്രേനിയൽ കപ്പാസിറ്റി 350 ആണ്. അയാളുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 350. ഫസ്റ്റത്തെ ആളുടെ ക്രേനിയൽ കപ്പാസിറ്റി 350. നോട്ട് ദ പോയിന്റ് കേട്ടോ, 350. ഫസ്റ്റത്തെ ആളുടെ ക്രേനിയൽ കപ്പാസിറ്റി 350 ആണ്. പിന്നെ അയാളുടെ ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിലെ ചാഡിൽ നിന്നാണ് ഫോസിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ചാഡൻസിസ് എന്നുള്ള പേര് വന്നത്. രണ്ടാമത്തെ ആളാണ് ആസ്ട്രലോപിത്തക്കസ്. ആസ്ട്രലോപിത്തക്കസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇരുകാലിൽ നടത്തം സ്റ്റാർട്ട് ചെയ്തു, ബൈപ്പഡലിസം സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ അതുവരെയുള്ള ആളുകൾ 4 കാലിലാണ് നടന്നിരുന്നത്, സൈലാന്ത്രോപ്പസ് ചാഡൻസിസ് ഒക്കെ. പിന്നെ ഇരുകാലിൽ നടത്തം തുടങ്ങിയത് ആരാണ്? ആസ്ട്രലോപിത്തക്കസ് ആണ്. ആസ്ട്രലോപിത്തക്കസിന്റെ ക്രേനിയൽ കപ്പാസിറ്റി 450 ആണ്. അപ്പോൾ രണ്ടാമത്തെ ആളുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയാണ്? 450 ആളുടെ. ഇയാളുടെ ഫോസിലും എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ആഫ്രിക്കയിൽ നിന്ന് തന്നെ കണ്ടെത്തിയത്. ചാഡൻസിസിന്റെ ഫോസിലും ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത്. ഇനി അടുത്തത് ഹോമോ ഹബിലിസ് ആണ്. ഹബിലിസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. ഹബിലിസ് എന്ന് കേട്ടാൽ ഇബിലീസിനാലേക്ക്. ഇബിലീസ് ദുഷ്ടനാണ്. അപ്പോൾ ഇബിലീസ് എന്ത് ചെയ്തു? ഉപകരണങ്ങൾ, ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. ടൂൾസ് ഹാൻഡ് മെയ്ഡ് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കി. എന്തിനാണ് ടൂൾസ്? ബിഗൻ ഹണ്ടിങ്, മൃഗങ്ങളെ വേട്ടയാടാൻ. പിന്നെ അവർ വേട്ടയാടാൻ ഒറ്റക്കൊറ്റക്ക് പോവോ? ഇല്ല, കൂട്ടമായിട്ടേ പോവുള്ളൂ. സോ ലിവ്ഡ് ഇൻ സ്മാൾ ഗ്രൂപ്പ്സ്, ചെറിയ ഗ്രൂപ്പായിട്ടാണ് ജീവിച്ചിരുന്നത്. പിന്നെ അവരുടെ ഫോസിലും എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 600 ആണ്. അത് വീണ്ടും കൂടും. ആദ്യം 350, പിന്നെ 450, പിന്നെ 600. നോട്ട് ദ പോയിന്റ്. ഓക്കെ, യെസ്. അപ്പോൾ അവരുടെ ഫോസിലും ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആദ്യത്തെ 3 ആളുകളുടെയും ഫോസിൽ എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. സൈലാന്ത്രോപ്പസ് ചാഡൻസിന്റെയും ആസ്ട്രലോപിത്തക്കസിന്റെയും ഹബിലിസിന്റെ ഒക്കെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. നെക്സ്റ്റ് വൺ ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസിന്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ, ഹോമോ ഇറക്റ്റ് കറക്റ്റ് അപ്പ് റൈറ്റ്. അങ്ങനെ ഓർക്കുക, ഇറക്റ്റ് കറക്റ്റ് അപ്പ് റൈറ്റ്, ഇറക്റ്റ് കറക്റ്റ് അപ്പ് റൈറ്റ്. അപ്പോൾ ആദ്യമായിട്ട് അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചത്, അപ്രൈറ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പഠിച്ചത്. അതിന്റെ മുമ്പുള്ള ആളുകളൊക്കെ ഇരുകാലിൽ നടത്തം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആസ്ട്രലോപിത്തക്കസും ഹോമോ ഹബിലിസൊക്കെ ഇരുകാലിലായിരുന്നു നടത്തം ഉണ്ടായിരുന്നത്, ബൈപ്പഡലിസ് ആയിരുന്നു. പക്ഷെ അവർ ഊര വളഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ നടന്നിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഹോമോ ഇറക്ടസ് ഇറക്റ്റ് കറക്റ്റ് അപ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പഠിച്ചതാ. ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs, 2 ലെഗിൽ ഇരുകാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങിയതാരാണ്? ഹോമോ ഇറക്ടസാ. ഇരുകാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു പവർ കിട്ടി. കാരണം എന്താ വെച്ചാൽ, മറ്റേത് ഊര വളയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഇവിടെ വേദനിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ ആയപ്പോൾ അവർക്കൊരു പവർ കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്തു? നല്ല ടൂൾസൊക്കെ ഉപയോഗിച്ചു. മികച്ച കല്ലായുധങ്ങൾ, എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തു. എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്തായി? ഒംനിവോറസ് ആയി, മിശ്ര ബുക്കുകളായി. കാരണം അവർക്ക് ഒരുപാട് എന്ത് കിട്ടി? ആ ജീവികളെ വേട്ടയാടാൻ പറ്റി. പിന്നെ അവർക്ക് ഇന്ത്യ പോലെ വിശാലമായ നെറ്റിത്തടമുണ്ട്, ലാർജ് ഫോർഹെഡ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അവർ അപ്രൈറ്റ് ആയിട്ട് നടക്കാൻ പഠിച്ച ആളുകളാണ്. അപ്പോൾ അവർ കുറേ സ്ഥലത്ത് എത്തിപ്പെട്ടു. വെറും ആഫ്രിക്കയിൽ മാത്രം ഒതുങ്ങിയില്ല, അവർ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും എല്ലായിടത്തും എത്തി. സോ അവരുടെ ഫോസിൽ എവിടെ നിന്നൊക്കെ കിട്ടി? ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നൊക്കെ അവരുടെ ഫോസിൽസ് കിട്ടി. ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. അവർ അപ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് അവർ എല്ലായിടത്തും നടന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ കിട്ടി എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തിട്ടോ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തിട്ടോ പഠിക്കുക. ഇനി ഇവരുടെ ഫോസിൽ ഇവരുടെ ക്രേനിയൽ കപ്പാസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ 900 ആണ്. എത്രയാണ്? 900. അപ്പോൾ ആദ്യം 350, പിന്നെ 450, പിന്നെ 600, പിന്നെ 900. ഇനി അടുത്തതാണ് ആര്? ഹോമോ നിയാൻഡർതാലൻസിസ്. ഞാൻ വെറുതെ ചോദിക്കട്ടോ, ഇതിൽ ആദ്യത്തെ ആളാരായിരുന്നു? സൈലാന്ത്രോപ്പസ് ചാഡൻസിസ്. അതുകൊണ്ട് അയാളുടെ പോയിന്റ് ഫസ്റ്റ് ലിങ്ക് ഇൻ ഹ്യൂമൻ സീരീസിലെ മനുഷ്യ സീരീസിലെ ആദ്യത്തെ ആള്. ലാസ്റ്റത്തെ ആളാരാണ്? ഹോമോ സാപ്പിയൻസ് ആണ്, മോഡേൺ മാൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ലാസ്റ്റ് ആള് അത് ഹോമോ നിയാൻഡർതാലൻസിസ് ആണല്ലോ. ഞാൻ ലാസ്റ്റത്തെ ആളാണ് മോഡേൺ മാന്. നമ്മളാണ് ലാസ്റ്റത്തെ ആള്. സെക്കൻഡ് ലാസ്റ്റ് ആളെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ആളോട് കൂടുതൽ സിമിലാരിറ്റി ഉള്ള ആളല്ലേ കാരണം ആണ്.
ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ ഒരുത്തിന് 1-ാം സ്ഥാനം കിട്ടി, ഒരുത്തിന് 2-ാം സ്ഥാനം കിട്ടി. അപ്പോൾ 1-ാം സ്ഥാനത്തോട് കൂടുതൽ സിമിലാരിറ്റിയുള്ള ആരായിരിക്കും? 2-ാം സ്ഥാനക്കാരനല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഹോമോ നിയാൻഡർതാലൻസിസ് ആയിരിക്കും ഈ മോഡേൺ മാൻ ആയിട്ടുള്ള സാപ്പിയൻസിനോട് കൂടുതൽ സിമിലാരിറ്റി. അപ്പോൾ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരിക്കും? കണ്ടംപററി ഓഫ് മോഡേൺ മാനിനോട് എന്തുണ്ടാവും? കൂടുതൽ കണ്ടംപററി ഉണ്ടാവും, കൂടുതൽ സിമിലാരിറ്റി ഉണ്ടാവും. അതൊരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അയാൾക്ക് സ്മാൾ സ്ലോപ്പിംഗ് ഫോർഹെഡ് ആൻഡ് തിക്ക് ഐബ്രോസാ, നല്ല കട്ടി കൂടിയ പിരികത്തടവും പിന്നെ സ്മാൾ സ്ലോപ്പിംഗ് ഫോർഹെഡ്, ചെറുതും ചെരിഞ്ഞതുമായിട്ടുള്ള ഒരു നെറ്റിത്തടമാണ്. പിന്നെ അവരാണ് ആദ്യമായിട്ട് ബറീഡ് ഡെഡ് ബോഡികൾ മറവ് ചെയ്തത്. അതെങ്ങനെ ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ ഞങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നു. നിയാൻഡർ വണ്ടർ എന്താലേക്കേണ്ടത്? നിയാൻഡർ വണ്ടറിലല്ല, വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്? എന്തുകൊണ്ടാണ് വണ്ടർ അടിപ്പിച്ചത്? ഇവരെന്തുകൊണ്ട് വണ്ടർ അടിപ്പിച്ചതെന്ന് വെച്ചാൽ ഇവരാണ് ആദ്യമായിട്ട് ഡെഡ് ബോഡി മറവ് ചെയ്തത്. ശവശരീരങ്ങൾ ആദ്യമായിട്ട് മറവ് ചെയ്തത് ഹോമോ നിയാൻഡർതാലൻസിസാ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യുക. നിയാൻഡർ വണ്ടറാ. എന്തുകൊണ്ട് വണ്ടർ അടിപ്പിച്ചു എന്ന് വെച്ചാൽ ഡെഡ് ബോഡികൾ മറവ് ചെയ്തു. അതിപ്പോൾ ഇത്ര വലിയ സംഭവമാണോ? സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹലാന്ത്രോപ്പസും ആസ്ട്രലോപിത്തക്സും അബിലിസും ഇറക്ടസും ഒക്കെ മനുഷ്യന്മാരായിരുന്നു. പക്ഷെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരാരും മറവ് ചെയ്യൂല. അവരൊരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ ചീഞ്ഞ് പോകും. എന്നിട്ട് വല്ല കിളികളോ പക്ഷികളോ ഒക്കെ കൊത്തി തിന്നും. എന്തൊരു ദുരന്താണ്. ലൈക്ക് ഇപ്പം നമ്മൾ റോഡ് സൈഡിൽ ഒരാൾ വണ്ടി തട്ടി അയാൾ മരിച്ചു, ആരയാളെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അയാൾ അവിടെ ഇങ്ങനെ ചീഞ്ഞ് പോവാണ്. അങ്ങനെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ലല്ലോ. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ഡെഡ് ബോഡികൾ മറവ് ചെയ്തത് ഹോമോ നിയാൻഡർതാലൻസിസാ. അപ്പോൾ ഒരു അടിപൊളിയാണ്, ഒരു വണ്ടടിപ്പിച്ച മനുഷ്യന്മാരാ. പിന്നെ അവരുടെ ക്രേനിയൽ കപ്പാസിറ്റി 1450 പിന്നെ അവരുടെ ഫോസിൽ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ നിന്നാണ് അവരുടെ ഫോസിൽ കിട്ടിയത്. ജർമ്മനിയിൽ നിന്ന്. അടുത്ത പോയിന്റ് ജർമ്മനി. ഓക്കെ, ജർമ്മനി. എന്നാൽ ലാസ്റ്റത്തത് ഹോമോസാപ്പിയൻസ് പിന്നെ ആരാ? നമ്മൾ തന്നെയാണ്. മോഡേൺ മാൻ, ആധുനിക മനുഷ്യനാണ്. നമ്മൾ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്, നഗരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, പിന്നെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ടെക്നോളജികൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സാംസ്കാരികമായിട്ട് കൾച്ചറിലൊക്കെ നമ്മൾ ഭയങ്കര മോസ്റ്റ് ഇവോൾവ്ഡാ, ഭയങ്കരമായിട്ട് പരിണാമം സംഭവിച്ച ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മളെ പ്രത്യേകത നമുക്കറിയാലോ. മൃഗങ്ങളെ വളർത്തിയിട്ടുണ്ട്, നഗരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കൾച്ചറലി സിവിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. നമ്മുടെ ക്രേനിയൽ കപ്പാസിറ്റി 1350. ഓക്കെ, പിന്നെ നമ്മുടെ ഫോസിൽ എവിടുന്ന കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ ആഫ്രിക്ക, ഏഷ്യ എന്ന് എഴുതി വെക്കരുത്. നമ്മൾ ഫോസിലായിട്ടില്ല. നമ്മളിനി ഫോസിലാണെങ്കിൽ ഇനിയും ഒരുപാട് കാലങ്ങൾ എടുക്കും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആദ്യത്തെ 3 ആളുകളുടെയും ഫോസിൽ ആഫ്രിക്കയിൽ നിന്ന്, 4ാമത്തെ ആളുടെ ഫോസിൽ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, 5ാമത്തെ ആളുടെ ഫോസിൽ ജർമ്മനി, 6ാമത്തെ ആൾക്ക് ഫോസിലില്ല. പിന്നെ 1ാമത്തെ ആളുടെ ക്രേനിയൽ കപ്പാസിറ്റി 350, 2 450, 3 600, 4 900, 5 1450, 6 1350. ഇത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആദ്യത്തെ ആളത് 350, അപ്പോൾ ലാസ്റ്റത്തെ ആളത് 1350. ആദ്യത്തെ ആളത് 350, അപ്പോൾ ലാസ്റ്റത്തെ ആളത് 1350, 1000 കൂട്ടി എടുക്കാം. രണ്ടാമത്തെ ആളത് 450, അപ്പോൾ സെക്കൻഡ് ലാസ്റ്റത്തെ ആളത് 1450. ആ രീതിയിൽ ഓർത്ത് വെക്കാം. പിന്നെ 600 900, ഇത് അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ. അപ്പോൾ സഹലാന്ത്രോപ്പസിന്റെ 350, അപ്പോൾ ഹോമോസാപ്പിയൻസിന്റെ 1350, ആസ്ട്രലോപിത്തക്കസിന്റെ 450, അപ്പോൾ ഹോമോ നിയാൻഡർതാലൻസിന്റെ 1450, പിന്നെ അബിലിസിന്റെ 600, ഇറക്ടസിന്റെ 900. ഇത് ഈ ഒരു രീതിയിൽ ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എക്സാമിൻ്റെ QR കോഡാണ്, വേഗം രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ നെക്സ്റ്റ് എക്സാമൊക്കെ ഒന്ന് എഴുതി നോക്കുക. നിങ്ങളുടെ +1 +2 കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീറ്റ് JEE കോച്ചിങ് ഒക്കെ നടത്താൻ പറ്റും. സൈലത്തിലെ ഏറ്റവും പ്രീമിയം ബാച്ചും പ്രീമിയം കോച്ചിങ്ങുമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത് നഷ്ടം ഉണ്ടാവില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് എഴുതിക്കോളും. അപ്പോൾ സാർ, ഞങ്ങൾ നീറ്റും JEE പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾക്ക് ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ വേറെ വല്ല പ്രൊഫഷനൊന്നും വേണ്ട, ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊഫഷനിൽ പോയിക്കോളാം, അങ്ങനെ ദൃഢനിശ്ചയമുള്ളവർ ഇത് എഴുതണ്ട. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർക്ക് വക്കീലാവാനാണ് താല്പര്യം. അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമൊന്നും ഞാൻ നിർബന്ധിക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടാവും. അങ്ങനെ ഭയങ്കരമായുള്ള പാഷനുള്ള ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു ദിവസം കളയണേ, വെറുതെ അങ്ങോട്ട് പോയി വണ്ടി പൈസയെങ്കിലും പോലെ, വണ്ടി പൈസ എന്തായാലും നഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾ എഴുതണ്ട. പക്ഷേ ഇതൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാവും, അവരെന്തായാലും എഴുതണം. കാരണം അവർക്കിത് കിഡിലൻ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വിത്തൗട്ട് പേയ്മെൻറ്റ്, ഒരു പേയ്മെൻറ്റും ഇല്ലാതെ 0 പൈസക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വർഷത്തെ കോച്ചിങ് ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും പറ്റുമെന്ന് വെച്ചില്ല. അതിൽ റാങ്കുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ റാങ്കിനനുസരിച്ച് എന്തുണ്ടാവും? കുറച്ച് സ്കോളർഷിപ്പിൽ ഫീസും കാര്യങ്ങളൊക്കെ ഇളവുണ്ടാവും. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ കുറേ ആൾക്കാരുണ്ടാവും, ഇന്നെ പോലെയുള്ള കുറേ ആളുകൾ. അതായത് 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അങ്ങനത്തെ ആൾക്കാർ ഇത് എഴുതണം. കാരണം എന്താണെന്നറിയോ? അങ്ങനത്തെ ആൾക്കാരുടെ ആഗ്രഹം എന്താ നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആഗ്രഹം ചിലപ്പോൾ ഇതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന മേഖല ഇങ്ങനെ നീറ്റ് JEE ഒക്കെ കോച്ച് ചെയ്തിട്ട് പിന്നെ വല്ല ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ വേറെ അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷൻ ആയിരിക്കാം. നമ്മൾക്കൊന്നും പറയാനൊന്നും പറ്റില്ല, ഞാനതൊന്നും ആവില്ല, അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. മേ ബി അതാവാം, പക്ഷെ നമുക്കറിയില്ല. നേരെ മറിച്ച് കറക്റ്റ് പാഷനും ഡിറ്റർമിനേഷനും കറക്റ്റ് ഒരു ഗോൾ മൈൻഡ് സെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ
അവരങ്ങോട്ട് തന്നെ പോകണം. ഞാൻ അവരെ ഒന്നും എന്ത് ചെയ്യില്ല, ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കില്ല. ഇനി ഇത് താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങോട്ട് തന്നെ വരണം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ആൾക്കാർ അവരിത് എന്താ അറിയില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുക, അവരെല്ലാതും എഴുതി വെക്കുക. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 5-6 പരീക്ഷകൾ എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോഴാണ് പിടികിട്ടിയത്. അത് എപ്പോഴാണ് ഒരു കറക്റ്റ് സമയം വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇത് മസ്റ്റായിട്ടും എഴുതണം. ഞാനൊക്കെ ആ കാറ്റഗറിയിലായിരുന്നു. മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ആ കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. സാർ അപ്പോൾ അറ്റൻഡ് ചെയ്യാൻ ഇതിന് QR കോഡ് വെച്ചുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ പൈസ വേണോ? നോ പൈസ, 5 പൈസ ചിലവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് വരാം, ഒരു പൈസ കൊടുക്കണ്ട. പരീക്ഷ സുഖസുന്ദരമായിട്ട് എഴുതാം. റിസൾട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ നിങ്ങൾ ആ എക്സാം സെൻറ്ററിലേക്ക് എത്തിപ്പെടാനുള്ള പൈസ അത് നിങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്താൽ മതി, നോ പ്രശ്നം. പിന്നെ ഇപ്പം നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് മൈൻഡാണ്. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം, ഇതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുക. അപ്പം നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. കുറേ കഴിഞ്ഞിട്ട് ഇത് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര സ്കോർ ചെയ്യുന്നൊന്നും പറ്റൂല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം റക്കൽ.